Hi everyone. Once again, welcome back to Educator. ഞാൻ നിങ്ങളുടെ സ്വന്തം RRP ആണ്. എല്ലാവരും പ്രിപ്പറേഷൻസ് ഒക്കെ അടിപൊളിയായിട്ട് പോകുന്നെന്ന് വിചാരിക്കുന്നു. സോ നമ്മുടെ വൺ അറ്റ് എ ടൈം എന്ന സീരീസിൽ ഞാൻ പുതിയൊരു കോൺസെപ്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. ആക്ച്വലി ഈ ടോപ്പിക്ക് നമ്മൾ ഓൾറെഡി നമ്മുടെ ബൂസ്റ്റർ സീരീസിൽ ചെയ്തിട്ടുള്ളൊരു തിയറിയാണ്. അപ്പൊ അതൊക്കെ നിങ്ങൾ പ്രോപ്പറായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നീറ്റ് 2024 ചോദിച്ച ലോസ് ഓഫ് മോഷനിലെ കണക്റ്റഡ് സിസ്റ്റം എന്ന് പറഞ്ഞൊരു ടോപ്പിക്കിലെ ക്വസ്റ്റൻ ആണ്. നമുക്ക് ആദ്യം ക്വസ്റ്റൻ ഒന്ന് വായിച്ചു നോക്കാം. എന്താ ചോദിച്ചിരിക്കുന്നത്? എ ഹൊറിസോണ്ടൽ ഫോഴ്സ് 10 Newton അപ്ലൈഡ് ടു എ ബ്ലോക്ക് എ ആസ് ഷോൺ ഇൻ ദ ഫിഗർ. The mass of block A and B are masses 2 kg and 3 kg respectively. The block slides over a frictionless surface. Frictionless surface ആണ്. ഫ്രിക്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കോൺസെപ്റ്റ് മാറും. ഇതിപ്പോ ഫ്രിക്ഷൻലെസ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ വളരെ ഈസി ആയി. The force exerted by the block A on B. അതായത് നമ്മൾ 10 Newton ഫോഴ്സ് കൊടുക്കുന്നത് എവിടെ? എയിലാണ്. എന്നിട്ട് എ ബിക്ക് കൊടുക്കുന്ന ഫോഴ്സ് കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ഒക്കെ തന്നിട്ടുണ്ട്. സോ നമുക്ക് ഇതിന്റെ കോൺസെപ്റ്റ് ആദ്യം ഒന്ന് മനസ്സിലാക്കാം. കണക്റ്റഡ് സിസ്റ്റം എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ആദ്യം അറിയേണ്ടത്, ഇപ്പൊ ഇവിടെ നോക്കിക്കേ, ഒരു ബ്ലോക്കിലേക്ക് ഒരാള് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുന്നു. അപ്പൊ സിസ്റ്റം ആക്സിലറേറ്റ് ചെയ്യും. അപ്പൊ നിങ്ങൾ കണക്റ്റഡ് സിസ്റ്റത്തിന്റെ പ്രോബ്ലം ആണോ? ഉറപ്പായിട്ടും മക്കളെ നിങ്ങൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ആക്സിലറേഷൻ ഓഫ് ദ സിസ്റ്റം ആണ്. അപ്പൊ ആക്സിലറേഷൻ ഇക്വേഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്, ഫോഴ്സ് ബൈ മാസ്. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ഫോഴ്സ് ആണ്, മാസ് എന്ന് പറഞ്ഞാൽ ആ സിസ്റ്റത്തിന്റെ ടോട്ടൽ മാസ് ആണെന്ന് ഓർത്ത് വെക്കുക. അതാണ് നിങ്ങൾ ആദ്യം ഇവിടെ അറിയേണ്ട പോയിന്റ്. ക്ലിയർ ആണല്ലോ? അപ്പം കണക്റ്റഡ് സിസ്റ്റമായിട്ട് അസോസിയേറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ മസ്റ്റ് ആയിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു കോൺസെപ്റ്റ് ആണ്. ആദ്യം ആ സിസ്റ്റത്തിന്റെ കോമൺ ആക്സിലറേഷൻ കണ്ടുപിടിക്കുക. അപ്പൊ ആക്സിലറേഷൻ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ്. അത് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇനി നിങ്ങൾ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, ഈ സിസ്റ്റം ഇവിടെ 2 ബ്ലോക്കുകളാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഉറപ്പായിട്ടും അവിടെ നിങ്ങൾ ആദ്യം എന്താണ് കണ്ടുപിടിക്കുക? ആക്സിലറേഷൻ ഓഫ് ദ സിസ്റ്റം കാണാമല്ലോ. അപ്പൊ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം എക്സ്റ്റേണലി കൊടുക്കുന്ന ഫോഴ്സ് ആണ് എഫ്, ടോട്ടൽ മാസ് ആണ് മാസ് ഓഫ് 2 ബ്ലോക്സ് MA + MB. വളരെ ഈസി ആയിട്ട് കിട്ടും. ക്ലിയർ? ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇവർക്ക് ഇൻ ബിറ്റ്വീൻ ഉള്ള കോണ്ടാക്ട് ഫോഴ്സ്. ഒന്നെങ്കിൽ നമ്മളോട് അങ്ങനെ ചോദിക്കാം, വാട്ട് ഈസ് ദ കോണ്ടാക്ട് ഫോഴ്സ് ബിറ്റ്വീൻ ദ ബ്ലോക്സ് എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ അവർ ചോദിക്കുന്നത് എന്തായിരിക്കും? വാട്ട് ഈസ് ദ ഫോഴ്സ് എക്സർട്ടഡ് ബൈ എ ഓൺ ബി എന്ന് ചോദിക്കാം, ബി ഓൺ എ എന്ന് ചോദിക്കാം. ഇതെന്ത് ചോദിച്ചാലും ആൻസർ സെയിം ആണ്, സെയിം കോൺസെപ്റ്റ് തന്നെയാണ്. എല്ലാവർക്കും ക്ലിയർ ആണല്ലോ? അപ്പൊ ഇവർക്ക് ഇൻ ബിറ്റ്വീൻ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആരാണെന്ന് ആദ്യം അറിയണം. നമുക്കറിയാം, 2 ബ്ലോക്കുകൾ കോണ്ടാക്റ്റിൽ വന്നാൽ അവർക്ക് ഇൻ ബിറ്റ്വീൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് നോർമൽ റിയാക്ഷൻ. ഇഫ് 2 blocks in contact, if 2 surfaces in contact, there should be a normal reaction. അതെങ്ങനെ ആക്ട് ചെയ്യണം? ഓൾവേസ് പെർപെൻഡിക്കുലർ ടു കോണ്ടാക്ട് സർഫസ്. ഇവിടെ എയും ബിയും തമ്മിലുള്ള കോണ്ടാക്ട് സർഫസ് ഇതാണ്. അപ്പൊ അവർക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് ആക്ട് ചെയ്യണം. അപ്പൊ നിങ്ങൾ ഇവിടുന്ന് ഒരു കാര്യം മനസ്സിലാക്കി, ഈ ഫിഗറിൽ ഞാൻ FBA എന്ന് റൈറ്റിലോട്ട് കൊടുക്കുന്ന പോലെ ഈ ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ ഇങ്ങോട്ടും ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അതിനെ എനിക്ക് എന്തെന്ന് വിളിക്കാം? FAB എന്ന് വിളിക്കാം. FAB എന്ന് വിളിക്കാം. FBA is force on B due to A. FAB are a force on A due to B. അവർ ഈക്വലും ഓപ്പോസിറ്റും ആയിരിക്കും. അപ്പൊ ഇതിൽ ഒരാളെ കണ്ടുപിടിച്ചാൽ മതി. ആരെ വേണമെങ്കിലും നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് കണ്ടുപിടിക്കാം. അതിന്റെ ഫ്രീ ബോഡി ഡയഗ്രം അത് എങ്ങനെ കണ്ടുപിടിക്കണം എന്നുള്ള കോൺസെപ്റ്റ് ഒക്കെ നമ്മൾ ഇതിന്റെ ഷോർട്ട് കട്ട് ട്രിക്സ് ഒക്കെ നമ്മൾ നമ്മുടെ ബൂസ്റ്റർ സീരീസിലും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ വീഡിയോ കാണുന്നവർക്ക് വേണമെങ്കിൽ ഓടിപ്പോയി ബൂസ്റ്റർ സീരീസ് ഒന്ന് കാണാം. കണക്റ്റഡ് സിസ്റ്റത്തിന്റെ പാർട്ട് 1 വീഡിയോയിൽ നമ്മൾ അത് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ആക്സിലറേഷൻ ഓഫ് ദ സിസ്റ്റം കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് കാണുക? ഫോഴ്സ് കാണുക. ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ എന്താ? മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ മാസ് ഇൻറ്റു ആക്സിലറേഷൻ. നമ്മളോട് ചോദിച്ചത് ഫോഴ്സ് ഓൺ ബി ആണ് ചോദിച്ചത്. അപ്പൊ ഈ ഫോഴ്സ് ആണ് ചോദിച്ചത്. ഈ ഫോഴ്സ് ആർക്കാ കിട്ടുന്നത്? ഈ ഫോഴ്സ് ആർക്കാ കിട്ടുന്നത്? ഈ മാസിനാണ് കിട്ടുന്നത് അല്ലെ? ഞാൻ ഇവിടുന്ന് പിടിച്ച് പുഷ് ചെയ്യുന്നു. അപ്പൊ ഈ ബ്ലോക്ക് ഇവനെ റൈറ്റിലോട്ട് പിടിച്ച് പുഷ് ചെയ്യും. അപ്പൊ ഈ ബ്ലോക്ക് ഇവനാണ് ഫോഴ്സ് കൊടുക്കുന്നത്. അപ്പൊ ഫോഴ്സ് ആർക്കാ കിട്ടുന്നത്? ബ്ലോക്ക് ബിക്കാണ് കിട്ടുന്നത്. ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ മാസ് ഇൻറ്റു ആക്സിലറേഷൻ. മാസ് ഓഫ് ബി ഇൻറ്റു കോമൺ ആക്സിലറേഷൻ എടുത്താൽ മതി. സിസ്റ്റത്തിന്റെ കോമൺ ആക്സിലറേഷൻ എടുത്താൽ മതി. കോമൺ ആക്സിലറേഷൻ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചായിരുന്നു, F ഡിവൈഡഡ് ബൈ MA + MB. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇനി ചിലർക്കൊക്കെ സംശയം വരെ, ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ടോപ്പിക്കാണ്, എങ്കിലും ചിലർക്കൊക്കെ സംശയം വരെ ഈ കോമൺ ആക്സിലറേഷൻ കൊണ്ട് എന്താ മൾട്ടിപ്ലൈ ആനുള്ള റീസൺ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മളൊരു ട്രെയിനിൽ ട്രാവൽ ചെയ്യുവാണ്. അപ്പൊ ഒരു ട്രെയിനിൽ ട്രാവൽ ചെയ്യുമ്പോൾ ഫസ്റ്റ് ബോഗിയുടെ ആക്സിലറേഷൻ എന്താ? A ആണ്. ലാസ്റ്റ് ബോഗിയുടെ ആക്സിലറേഷനോ A ആണ്. ആ ട്രെയിനിന്റെ ആക്സിലറേഷൻ A ആണ്. അതിനകത്തിരിക്കുന്ന പാസഞ്ചറിന്റെ ആക്സിലറേഷൻ A ആണ്. ബിക്കോസ് കണക്റ്റഡ് സിസ്റ്റത്തിൽ എല്ലാവരുടെയും ആക്സിലറേഷൻ കോമൺ ആണ്. അപ്പൊ അത് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി ഫോഴ്സ് കാണാൻ. ഫോഴ്സ് മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. ഇതാണ് കോൺസെപ്റ്റ്. അപ്പൊ നമുക്ക് ആ ക്വസ്റ്റ്യനിലോട്ട് അപ്ലൈ ചെയ്യാം. ഇനി ഇതിന്റെ ഒരു ഷോർട്ട് ട്രിക്ക് കൂടെ പെട്ടെന്ന് പഠിച്ചു വെക്കാം. പ്രത്യേകിച്ച് ഒന്നുമില്ല. ഈ 2 ബ്ലോക്സിന് ഇൻ ബിറ്റ്വീൻ ആക്ട് ചെയ്യുന്ന
നോർമൽ റിയാക്ഷൻ അല്ലെങ്കിൽ അവർക്കിടയിലുള്ള കോൺടാക്ട് ഫോഴ്സ് ആണല്ലോ കാണാൻ ചോദിച്ചത്. ഇവർക്കിടയിലുള്ള കോൺടാക്ട് ഫോഴ്സ് കാണാൻ വളരെ സിമ്പിൾ ആയിട്ട് ഒരു ഇക്വേഷൻ ഓർത്ത് വെക്കാം. നമ്മൾക്ക് വേണ്ട കോൺടാക്ട് ഫോഴ്സ് എവിടെയാണോ അതിന്റെ ഫ്രണ്ടിലുള്ള മാസിനെ, അതായത് സിസ്റ്റം ഇങ്ങോട്ടാണല്ലോ മൂവ് ചെയ്യുന്നത്, സിസ്റ്റത്തിന്റെ ആക്സലറേഷൻ റൈറ്റിലോട്ടാണല്ലോ, അപ്പൊ ഫ്രണ്ടിലുള്ള മാസ് എന്ന് പറഞ്ഞാൽ അപ്പുറത്തെ ഡയറക്ഷനിലായിരിക്കണം, അപ്പുറത്തെ സൈഡിലിരിക്കണം. അപ്പൊ നമുക്ക് വേണ്ടത് ഇവർക്കിടയിലുള്ള കോൺടാക്ട് ഫോഴ്സ് ആണ്. അപ്പൊ ആ കോൺടാക്ട് ഫോഴ്സ് കാണാൻ അതിലെ ഫ്രണ്ടിലുള്ള മാസിനെ കോമൺ ആക്സലറേഷൻ ഉണ്ടെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നോക്കാതെ ഇവിടെ കൊടുത്തിരിക്കുന്നത് കോൺടാക്ട് ഫോഴ്സ് ബിറ്റ്വീൻ ടു ബ്ലോക്സ് എന്ന് പറയുന്നത് മാസ് ഇൻ ഫ്രണ്ട് ഓഫ് കോൺടാക്ട് ഫോഴ്സ് ഇൻറ്റു കോമൺ ആക്സലറേഷൻ ഓഫ് ദ സിസ്റ്റം. മാസ് ഇൻ ഫ്രണ്ട് ഓഫ് അത് mb ആണ്, ഇൻറ്റു കോമൺ ആക്സലറേഷൻ, അതേ കോമൺ ആക്സലറേഷൻ ആണ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ? അപ്പൊ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഷോർട്ട് ട്രിക്ക് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ജനറൽ മെത്തേഡ്. രണ്ടും വലിയ കാര്യമൊന്നുമില്ല. ഇത് ഷോർട്ട് ട്രിക്ക് എന്നൊക്കെ നമ്മൾ പറയുന്നെങ്കിലും രണ്ടും ചെയ്യാൻ എളുപ്പമാണ്, കമ്പാരിറ്റീവ്ലി എളുപ്പമാണ്. ഇപ്പൊ ജനറൽ മെത്തേഡ് ആണ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ജനറൽ മെത്തേഡ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ആദ്യം കോമൺ ആക്സലറേഷൻ കാണണം. അപ്പൊ കോമൺ ആക്സലറേഷൻ ഓഫ് ദ സിസ്റ്റം എന്ന് പറഞ്ഞേ എക്സ്റ്റേണൽ ഫോഴ്സ് 10 ആണ്, ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് 3 2 5 ആണ്, 3 + 2 5 ആണ്. അപ്പൊ കോമൺ ആക്സലറേഷൻ കിട്ടി. എത്ര കിട്ടി? 2 m/s² എന്ന് കിട്ടി. കോമൺ ആക്സലറേഷൻ കിട്ടി. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? ഇവർക്ക് ഇൻ ബിറ്റ്വീൻ ഉള്ള ഫോഴ്സ്. അങ്ങനെയല്ലേ ചോദിച്ചിരിക്കുന്നത്. ദ ബ്ലോക്സ് സ്ലൈഡ്സ് എന്താ ചോദിച്ചത്? ദ ഫോഴ്സ് എക്സർട്ടഡ് ബൈ ദ ബ്ലോക്ക് എ ഓൺ ബി. ബ്ലോക്ക് എ ഓൺ ബി, നിങ്ങൾ ഇവിടെ നിന്ന് ശ്രദ്ധിച്ചു നോക്കി. എ ബിക്ക് കൊടുക്കുന്ന ഫോഴ്സ് ഇങ്ങോട്ടല്ലേ കൊടുക്കുന്നത്? അതെ, ദിസ് ഈസ് ഫോഴ്സ് ഓൺ ബി ഡ്യൂ ടു എ. നമ്മളോട് ആ ഫോഴ്സ് കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഫോഴ്സ് എങ്ങനെ എഴുതാം? ഫോഴ്സ് കാണാൻ ഫോഴ്സ് ഓൺ ബി ഡ്യൂ ടു എ, FBA. F is equal to MA. മാസ് ആരാ? ഇൻ ഫ്രണ്ട് ഓഫ് ആരാ? 3 അല്ലേ? ഇൻറ്റു കോമൺ ആക്സലറേഷൻ അത് 2 ആണ്. അപ്പൊ 3 × 2 എത്ര കിട്ടി? 6 ന്യൂട്ടൺ എന്ന് കിട്ടും. അങ്ങനെ ഒരു ഓപ്ഷൻ ഇതിലുണ്ടാവും, ഓപ്ഷൻ 1. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അത്ര ഡിഫിക്കൽട്ട് ഒരു ക്വസ്റ്റ്യനെ അല്ല. നീറ്റ് 2024 ചോദിച്ച ഏറ്റവും സിമ്പിൾ ടോപ്പിക്കിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത് നിങ്ങൾക്ക് കോൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഒരു ടോപ്പിക്കുമായിട്ട് നമ്മൾ കണ്ടുമുട്ടുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.